എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുന്നതിനായിട്ട് അവസരം വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്പോർട്സ് കോട്ട വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല, നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഇപ്പോൾ എനിക്കിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും അപേക്ഷിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് ഏതൊക്കെ ജില്ലയിലെ വേക്കൻസിയാണോ നോക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ചില ആ ഒരു സ്കൂളിൻ്റെ നേരെ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് ബോയ്സ് സ്കൂളായിരിക്കും, അല്ലെങ്കിൽ ഗേൾസ് എന്നുള്ളത് ഗേൾസ് സ്കൂളായിരിക്കും. അതുപോലെ കോ എഡ്യൂക്കേഷൻ എന്നാണെങ്കിൽ അതിൽ ഗേൾസും ഉണ്ടാകും ബോയ്സും ഉണ്ടാകും ആ ഒരു സ്കൂളുകളിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവിടെ വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗേൾസ് എന്നുള്ള ആ ഒരു രേഖപ്പെടുത്തിയ ആ ഒരു സ്കൂളുകളിൽ ഗേൾസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബോയ്സ് എന്ന് രേഖപ്പെടുത്തിയെടുത്ത് ബോയ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോഴ്സുകൾക്കും എത്ര വീതം വേക്കൻസീസ് ഓരോ സ്കൂളുകളിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്കൂളിലെ ഈ ഒരു കോഴ്സ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കോഴ്സ് കോഡ് കാണാം. അത് 1 എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ബയോളജി സയൻസ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. ഇത് ബയോളജി സയൻസിൻ്റെ ബയോളജി സയൻസ് ഏത് സ്കൂളിലുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആയിരിക്കും. അതുപോലെ തന്നെ ചില കോഴ്സുകൾ കാണാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. അത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് 5 ആണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി വരുന്ന ഈ ഒരു സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസ് ആണ്. അതുപോലെ ഹിസ്റ്ററി ഇല്ലാതെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ഉണ്ട്, അത് ജേർണലിസം വരുന്നതുണ്ട് ഹിസ്റ്ററിക്ക് പകരമായിട്ട്. അതുപോലെ തന്നെ 22 എന്ന് പറയുന്ന ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നിവ കാണാം. അത് 1 ആണ്, അത് ബയോളജി സയൻസ് ആണ്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഈ കൊമേഴ്സ് ആണ്. കൊമേഴ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ബിസിനസ് സ്റ്റഡീസിൻ്റെ അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് 39, അത് കൊമേഴ്സ് ആണ് വരിക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോഴ്സ് കോഡ് 1 ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോഴ്സ് കോഡ് 5 ആണ്. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ അത് 39, 37 ഇതൊക്കെ കൊമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെ കോമ്പിനേഷൻ മാറ്റത്തിനനുസരിച്ചിട്ടാണ് ആ ഒരു കോഴ്സുകളും കാര്യങ്ങളൊക്കെ മാറുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹ്യൂമാനിറ്റീസിൻ്റെ അതായത് ഹിസ്റ്ററി ഇല്ലാതെ ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് 34 ആണ്. ഇത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ വരുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ 11 എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ് വരിക. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം കോഴ്സ് കോഡ് 11. അപ്പോൾ ഇത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ എനിക്കിപ്പോൾ മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടുത്തെ വേക്കൻസീസ് പരിശോധിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് അവിടുത്തെ വേക്കൻസീസ് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ചില സ്കൂൾ കോ എഡ്യൂക്കേഷൻ ആണ്, ചില സ്കൂൾ ഗേൾസ് ആണ്, ചില സ്കൂൾ ബോയ്സ് ആണ്. അപ്പോൾ ആ ഒരു ബോയ്സ് എന്ന് പറയുന്നത് അത് ബോയ്സ് സ്കൂളായിരിക്കും, ഗേൾസ് എന്ന് പറയുന്നത് ഗേൾസ് സ്കൂളായിരിക്കും. കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മിക്സഡ് സ്കൂളായിരിക്കും, അതായത് ഗേൾസും ഉണ്ടാകും ബോയ്സും ഉണ്ടാകും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപേക്ഷിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ബയോളജി സയൻസ് ഏതൊക്കെ സ്കൂളുകളിലാണ് വേക്കൻസി ഉള്ളത്, നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾ ഓരോ ജില്ല സെലക്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ആദ്യം ബയോളജി സയൻസ് വെക്കുക. പിന്നീട് കൊമേഴ്സ് അല്ല കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വെക്കുക. ആദ്യം ബയോളജി സയൻസ് എല്ലാ വേക്കൻസിയുള്ള സ്കൂളുകളിലേക്കും വെക്കുക. പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ വേക്കൻസിയുള്ള സ്കൂളിലേക്കും വെക്കുക. പിന്നീട് നിങ്ങൾക്ക് കൊമേഴ്സ് വേണമെങ്കിൽ കൊമേഴ്സ് എല്ലാ സ്കൂളുകളിലും വേക്കൻസി നോക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഹ്യൂമാനിറ്റീസ് ബാക്കി വേക്കൻസിയുള്ള സ്കൂളുകളിലേക്ക് വെക്കുക. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കാനാണ് താല്പര്യം അതിനനുസരിച്ചിട്ടാണ് വെക്കേണ്ടത്. ഞാൻ ഈ ഒരു വെക്കുന്ന ആ ഒരു പ്രയോറിറ്റിയാണ് പറഞ്ഞത്. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടാവില്ല. ചില വിദ്യാർത്ഥികൾക്ക് ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും, താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളും, കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും, താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളും, അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും, താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ വെക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷണലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ താല്പര്യമില്ലാത്ത കോഴ്സ് താല്പര്യമുള്ള സ്കൂളിലേക്കോ അല്ലെങ്കിൽ താല്പര്യമുള്ള കോഴ്സ് താല്പര്യമില്ലാത്ത സ്കൂളിലേക്കോ വെക്കരുത്.
അതുപോലെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത സ്കോർ കാർഡ് വാങ്ങിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കാൻഡിഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ കാൻഡിഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് സ്പോർട്സിൽ ഏതെങ്കിലും തരത്തിൽ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് സ്പോർട്സിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം അന്തിമമായിട്ട് സമർപ്പിക്കുക. രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുക. നിങ്ങളുടെ സ്പോർട്സിന് നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അത് എടുത്തുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാവുക. നിങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ ആ ഒരു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നാളെ തന്നെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് കൗൺസിലിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ, അതായത് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ഡോക്യുമെൻറ്റ്സും അതുപോലെ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുക. അതിനുശേഷം നിങ്ങൾ അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് എടുത്തിട്ട് നിങ്ങൾ നേരെ അക്ഷയയിലേക്കോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലേക്കോ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സ്പോർട്സ് കോട്ടയുടെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു സ്കോർ കാർഡ് വാങ്ങിക്കേണ്ടത്. ഓൾറെഡി അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സ്കോർ കാർഡ് വാങ്ങിച്ച വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ജില്ല എന്നല്ല, നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകാനായിട്ട് ഇവിടെ ഉണ്ട്. അതായത് അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു പേജിലേക്ക് വരിക. അപ്പോൾ അതിനുശേഷം സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ആ ഒരു സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കീം ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വർഷം പാസ്സായതാണെങ്കിൽ 2024-25 അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് തിരുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ടെല്ലാം കൊടുത്തത് ഒരു 2 പ്രാവശ്യമെങ്കിലും പരിശോധിച്ച് എല്ലാം ഓക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഈ ഒരു സബ്മിറ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതൊന്നും കൂടി വെരിഫൈ ചെയ്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാം. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്തവർ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ജില്ലയിലേക്കല്ല ഒന്നിലധികം ജില്ലയിലേക്ക് വേണമെങ്കിൽ ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ, അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് വഴി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ അതുപോലെ തന്നെ പാസ്വേഡ്, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷിച്ചത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോഗിൻ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. നൽകുന്ന ഡീറ്റെയിൽസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് നേരത്തെ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു റിന്യൂ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ചില സമയത്ത് നിങ്ങളോട് OTP ചോദിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന OTP കൃത്യമായിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും പുതിയ ആപ്ലിക്കേഷനിൽ അതായത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾ നൽകുകയും അതുപോലെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ 2-3 പ്രാവശ്യം പരിശോധിച്ച് തെറ്റൊന്നുമില്ല എന്നുള്ളത് കൺഫേം ചെയ്ത ശേഷം പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള പേജുകളിലേക്ക് എത്തും. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അവസാനം പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് ഏകദേശം ഫുള്ളായിട്ട് ഒരു പച്ച കളറിലാണ് പേജ് കാണുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിൽ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ പേജിൽ തന്നെ സൈഡിലായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു വിവരങ്ങളിൽ എന്താണ് തിരുത്തേണ്ടത് അത് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ തിരുത്തിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വീണ്ടും പ്രിവ്യൂ പേജിലെത്തും. അപ്പോൾ വീണ്ടും നിങ്ങളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തിരുത്തലുകൾ അത് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആഡ് ചെയ്യാനൊന്നും ഇല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫൈനലായിട്ട് കൺഫർമേഷൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.